ഇപ്പോഴും കിടന്നില്ല ഗംഗയുടെയും ഇതിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം. എൻ്റെ ജയപാലൻ ഭൂമി പൂജ ചെയ്യാനായിട്ട് സഹോദരി രാജലക്ഷ്മിയും കുടുംബത്തെയൊക്കെ കൂട്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഭൂമി പൂജ ചെയ്യാനായിട്ട് തിരുമേനിയൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു ചടങ്ങ് നടക്കാനായി തുടങ്ങുമ്പോഴേക്കും കാവേരി തൻ്റെ കുടുംബത്തെയും കൂട്ടി ശാരദയും അതുപോലെ തന്നെ രാധമ്മയും മറ്റ് സഹോദരങ്ങളൊക്കെ കൂട്ടി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് വലിഞ്ഞേറി വന്നതെന്നുള്ള മട്ടിലാണ് എല്ലാവരും ചോദിക്കുന്നത്, രാജേശ്വരിയും ജയപാലനൊക്കെ എന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ കാവേരി തിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ കാശ് ചിലവാക്കി വാങ്ങിയ തോട്ടമാണിത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളല്ല പിന്നെ ആരാടെ വരേണ്ടത്? ആ ഒരു കാശിൽ അല്ലെങ്കിൽ ചിലവാക്കുന്ന ഒരു പിടി അന്നം കഴിക്കാൻ ഞങ്ങളല്ലേ അതിന് തയ്യാറാവേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതിന് ഞങ്ങൾക്കല്ലേ അവകാശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജേശ്വരി തിരിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ ജയപാലേട്ടൻ്റെ കുറ്റമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജയപാലനൊന്ന് ഞെട്ടിപ്പോകുന്നു. അല്ല, ഇങ്ങനത്തെയുള്ള ഞാഞ്ഞൂലികളെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയും അതുപോലെ അവർക്ക് ഓരോ കാര്യം സാധിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ആലോചിക്കണമായിരുന്നു. കാവേരിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്, കാവേരിയെ നോക്കിയിട്ടാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ തിരിച്ചതിന് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് കാവേരി. തൻ്റെ അച്ഛൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട്. അപ്പോൾ തിരിച്ച് ജയപാലൻ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ, അരവിന്ദന് അഡ്വാൻസ് മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കി പണം കൊടുത്ത് ഈ ഭൂമി സ്വന്തമാക്കിയത് ഞാനാണെന്ന് ജയപാലൻ അവകാശപ്പെടുന്നു. പക്ഷേ കാവേരി അതിനെടുത്ത് സംസാരിക്കുന്നു. അപ്പോഴേക്കും വലിയൊരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. കാർ തുറന്നിട്ട് ഇറങ്ങുന്നത് മറ്റാരുമല്ല. അപ്പോൾ നിവിനെ അതിനു മുമ്പേ തിരക്കുന്നുണ്ടായിരുന്നു ജയപാലൻ. അപ്പോൾ നിവിന് കൊടുക്കാനായിട്ടുള്ള ഭൂമി, അതായത് ജയപാലൻ തൻ്റെ മകളുടെ പേരിൽ രുക്മിണി എന്നോ മറ്റോ പറയുന്നു, അവർക്ക് സ്ത്രീധനം കൊടുക്കാനായിട്ട് വാങ്ങിയിരിക്കുന്ന ഭൂമി എന്നുള്ള രീതിയിലാണ് രാജലക്ഷ്മിക്ക് പറയുന്നത്. അപ്പോൾ അവകാശി നിവിനാണ്. നിവിനെ തിരക്കുന്നുണ്ട്. നിവിന് പിന്നീട് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിൽ വന്നിരിക്കുന്ന മറ്റാരുമല്ല, നിവിനും ആ ഒരു മേഘനാഥൻ, അയാളുടെ കയ്യിലായിരുന്നു ജയപാലൻ ഈ ഒരു അരവിന്ദൻ കൊടുക്കുന്ന ക്യാഷ് കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹവും വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ജയപാല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് ഷോക്കിംഗ് ആയി പോവാണ് ജയപാലൻ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് പല തവണകളായിട്ട് 2 വർഷത്തോളം ഈ ഒരു ഭൂമിക്ക് വേണ്ടി പൈസ അടച്ചിരുന്നു. ആ പണം കൊടുത്ത് ഈ ഒരു ഭൂമി നിങ്ങളുടെ പേർക്ക് വാങ്ങിയതാണെന്നൊക്കെ ഗംഗയും കാവേരിയൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ രാധമ്മയും പറയുന്നുണ്ട്, എൻ്റെ മകൻ ഗൾഫിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടു, 4 മക്കളായിരുന്നു, 4 പെൺമക്കളായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് കരുതലായിട്ട് കരുതിയിരുന്നതാണ് എൻ്റെ മകൻ. ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി നശിച്ചു പോകും എന്നൊക്കെ പറയാണ്. ഒടുവിൽ സഹിയിട്ട് ശാരദയും പറയുന്നുണ്ട്, ഇനി ഇതുവരെ ഞാൻ ജയപാലേട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ, പക്ഷേ പിന്നെ വിളിക്കുന്നത് എടാ ജയപാല എന്നാണ് ശാരദ വിളിക്കുന്നത്. അത്രയ്ക്കും മനനേറി പറയുന്നുണ്ട്, എടാ ജയപാല, നിന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച അരവിന്ദേട്ടനെ ചതിച്ച നിൻ്റെ കുടുംബം മുച്ചൂടും, മുടിഞ്ഞു പോകും, കാടും പടലവും പിടിച്ച് കുടുംബത്തോടെ മൊത്തത്തിൽ നശിച്ചു പോകും, അത് ഞാൻ കണ്ടിരിക്കും എന്ന ശാപവാക്കളാണ് ആ ഒരു അത്രയ്ക്കും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് അവർ പറയുന്നത്. അത് ഞാൻ കാണും എന്ന് ശാരദ കൂടി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ജയപാലനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. രാജലക്ഷ്മി ആണെങ്കിൽ തൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് തെറ്റെന്ന് മനസ്സിലായിട്ട് കൂടി ഇവരെ അധിക്ഷേപിച്ചിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് നിവിനെ എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവരോട് കൂടിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ചുമ്മാതെ കാര്യം അറിയാതെ പറയരുത്, ഇവരുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി, ആ ഒരു ഭൂമിയിൽ അങ്കിള് കയ്യേറിയിരിക്കുകയാണ്. എനിക്ക് അതിന് നിയമത്തിന്, അതായത് നീതിക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് നിവിൻ പറയുന്നത്. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അരവിന്ദനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, 1-2 വട്ടം വീഡിയോ കോളിലൂടെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അരവിന്ദൻ കൊടുത്ത പൈസയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഏൽപ്പിച്ചത്. അങ്ങനെ സകല കള്ളത്തരങ്ങളും ജയപാലനിൽ പൊളിയുന്നു. അങ്ങനെ ഇതിനെല്ലാം എതിരായിട്ട് കാവേരി പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും, ഇതിനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നേരെ ഇവിടുന്ന് പോകുന്നു. പോയിട്ട് നേരെ തന്നെ ഇവർ പോകുന്നത്, അപ്പോൾ നിവിനെ കൂടി നോട്ടമിട്ടിരിക്കുകയാണ് ജയപാലൻ. കാരണം രാജലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്, നീ ഇവനെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നാളെ ഇവൻ ആയിരിക്കും നമ്മളുടെ എതിരാളി എന്നുള്ള രീതിയിൽ. അങ്ങനെ കാവേരി നേരെ പോകുന്നത് പിറ്റേന്ന് ഇതുപോലെ നിവിനെയും കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ തങ്ങളുടെ അച്ഛൻ ഇതുപോലെ കഷ്ടപ്പെട്ട് പൈസ മുടക്കി അതിങ്ങനെ മറ്റുള്ള കൈവശമാക്കിയത്. പക്ഷേ അവിടെ ചോദിക്കുന്ന തെളിവുകളാണ്. തങ്ങൾ പൈസ കൊടുത്തായിട്ട് എന്തെങ്കിലും റെസിപ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊന്നും കൈവശമില്ല. പക്ഷേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു, നിയമപരമായിട്ട് തെളിവില്ല, അതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് അവിടെയും ജയപാലൻ്റെ കളി തന്നെയായിരുന്നു അങ്ങനെ പറയുന്നെങ്കിൽ കൂടി. അപ്പോഴേക്കും അവർ യാതൊരു നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു ഓഫീസർ ജയപാലനെ വിളിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ അവരിവിടെ എത്തിയിരുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മടക്കി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ കൂടിയാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞു ചാനലാണ്, അതുപോലെ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇപ്പോൾ നിവിൻ്റെയും ഗംഗയുടെയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ.